റൈറ്റ്. ചേട്ടാ ഒന്ന് വേഗം പോകാവോ? നിഖിലിന്റെ കണ്ണു വെട്ടിച്ച് ഗൗത എങ്ങോട്ടും പോയി കളയരുതേ. ചേട്ടാ ദേ അവിടുന്ന് റൈറ്റ് പോയാൽ മതി. അവിടെ ഇരിപ്പുണ്ട്. ചേച്ചി വാ. ഇവിടെ ഇരിക്കായിരുന്നു. ചേച്ചി വരുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. വാ നമുക്ക് നോക്കാം. വാ. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ശ്രദ്ധിക്കണോന്ന്. ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി. അങ്ങോട്ട് നോക്കിയാലോ? എന്റെ വിളി പോലും കേൾക്കാതെ എങ്ങോട്ടേ പോകുന്നത്? എങ്ങോട്ടും വിടില്ല ഞാൻ. നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ കൈ വിടുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ വീട് വിട്ട് ഇറങ്ങി പോവാനും വേണ്ടി ഒരു പ്രശ്നം അവിടെ ഇല്ല. ഗൗതം എന്റെ കൂടെ വാ. ഇതിൽ കൂടുതൽ ഇനി അവിടെ എന്താ ഉണ്ടാവണുള്ളത്? ഞാൻ ആ വീട്ടിൽ ആരാ? ആരുമല്ല. അവിടെ ഉള്ളവരാരും അല്ലെങ്കിലും ഗൗതമിന് ഞാനില്ലേ അവിടെ. ഗൗതമിനെ എന്നും സ്നേഹിക്കുന്ന ഞാൻ അവിടെ ഉണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? കൈവിട്. നീയാണ് ഒന്നാമത്തെ പ്രശ്നം. ഞാൻ എന്താ ഗൗതം ചെയ്തത്? നിനക്കത് അറിയില്ലല്ലേ? ഞാനൊരു അനാഥനാണെന്ന് സത്യം ശിവാനി മറച്ചു വെച്ച് തന്ത്രങ്ങൾ മെനഞ്ഞെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അവൾക്ക് സ്വത്തിനും പണത്തിനുമുള്ള ആർത്തിയായിരുന്നു എന്ന് കരുതാം. അതിനു വേണ്ടിയാണ് അവൾ മറച്ചു വെച്ചതെന്നും സമയമായപ്പോൾ എടുത്ത് പെരുമാറിയതെന്നും കരുതാം. ഒന്നിനുമല്ല എങ്കിലും മകനെ പോലെ കണ്ട് എന്നെ നഷ്ടപ്പെടാതിരിക്കാൻ പാറുവും കള്ളം പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ വസുന്ധരാമ്മയാണ് എന്നെ സ്വന്തം മകനെന്ന് പറഞ്ഞു നടന്നത്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം മറച്ചുവെച്ചു. പക്ഷെ നീയോ എന്തിനു വേണ്ടി എന്നോട് സത്യം മറച്ചു വെച്ചത്? എന്തായിരുന്നു അതിന് ആവശ്യം? വേണ്ട, മതി. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരുന്നിട്ട് ഇനി നിനക്ക് എന്താ എന്നെ കേൾപ്പിക്കാനുള്ളത്?